സ്വാഗതം. പറയിപ്പറ്റ പന്തിരുകുലത്തിലെ ഒരു പ്രത്യേക കഥാപാത്രമാണ് നാറാണത്ത് ഭ്രാന്തൻ. സവിശേഷതകൾ ധാരാളമുള്ള ഒരു മഹത് വ്യക്തിയാണ് നാറാണത്ത് ഭ്രാന്തൻ. പല ദിവ്യകഥകളും പ്രചാരത്തിലുണ്ട്. പെരുന്തച്ഛൻ്റെ ക്ഷേത്രത്തെ കുറിച്ച് നമ്മൾ സംസാരിച്ചപ്പോഴാണ് ഈ പറയിപ്പറ്റ പന്തിരുകുലത്തിലെ 12 മക്കളെ പരിചയപ്പെടുത്താമെന്ന് ഞാൻ പറഞ്ഞത്. അതിൽ പെരുന്തച്ഛൻ പരിചയപ്പെട്ടു, പലരെയും പരിചയപ്പെടുത്തി വന്ന കൂട്ടത്തിൽ നാറാണത്ത് ഭ്രാന്തനെ കുറിച്ചാണ് പറയുന്നത്. അദ്ദേഹത്തിൻ്റെ വേഷത്തിന് തന്നെ പ്രത്യേകതയുണ്ട്. ഒരു ഒറ്റ തോർത്ത് മുണ്ട് മാത്രമാണ് ധരിക്കുന്നത്. മുടിയും താടിയും നീട്ടി വളർത്തി അലക്ഷ്യമായ ഒരു ജീവിതവും അതെ, ആളെ കണ്ടാലും അതേപോലെ തന്നെ ഇരിക്കും. അലക്ഷ്യ ജീവിതം നയിച്ചു കൊണ്ടിരുന്ന ഒരു വ്യക്തിയാണ് നാറാണത്ത് ഭ്രാന്തൻ. അതുകൊണ്ടായിരിക്കണമല്ലോ ഭ്രാന്തൻ, നാറാണത്ത് ഭ്രാന്തൻ എല്ലാം പറയുന്നത്. ഇത് കേരളത്തിലെ ഒരു നാടോടിക്കഥയാണ്, എല്ലാവർക്കും ഇഷ്ടപ്പെട്ടതാണ്. നിങ്ങളും ഇഷ്ടപ്പെടുമെന്ന് വിചാരിക്കുന്നു. അദ്ദേഹത്തിൻ്റെ ഇടത് കാലിൽ മന്തുണ്ട്. ഒറ്റമുണ്ടും നീട്ടി വളർത്തിയ തലമുടിയും താടിയും മന്തും. അപ്പോൾ ഒരു രൂപം കിട്ടിയില്ലേ നാറാണത്ത് ഭ്രാന്തൻ്റെ? പ്രത്യേകിച്ച് ഒരു ജോലിയുമില്ല. ചിലവർ കണ്ടിട്ടില്ലേ അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ വെറുതെ നടക്കുന്നത്? അതുപോലെയല്ല, നാറാണത്ത് ഭ്രാന്തന് ഒരു പ്രത്യേകതയുണ്ടായിരുന്നു. അദ്ദേഹം ദിവസവും പ്രഭാതത്തിൽ അടുത്തുള്ള ഒരു മലയുടെ ചുവട്ടിലെത്തും. എന്നിട്ട് അവിടെ കിടക്കുന്ന ഒരു വലിയ ഉരുളൻ കല്ല് വളരെ പ്രയാസപ്പെട്ട് ഉരുട്ടി ഉരുട്ടി മുകളിലേക്ക് കൊണ്ടുപോകും. എന്തു പാടാണല്ലേ ആ കല്ലുരുട്ടി ഉരുട്ടി മുകളിലേക്ക് കൊണ്ടുപോകുന്നതിന്. മുകളിലെത്തിക്കഴിഞ്ഞാൽ ആ കല്ല് താഴേക്ക് ഉരുട്ടിയിടും. അത് നിഷ്പ്രയാസം താഴേക്ക് പതിക്കുന്നത് കണ്ട് ഉറക്കെ പൊട്ടിച്ചിരിക്കും. അതായിരുന്നു നിത്യേനയുള്ള ജോലി. വളരെ പ്രയാസപ്പെട്ട് കല്ലുരുട്ടി മലയുടെ മുകളിൽ കൊണ്ടുപോയി അത് കൈവിട്ട് താഴേക്ക് ഉരുട്ടിയിടുമ്പോൾ ഉരുണ്ടുരുണ്ട് സ്പീഡിൽ പോകുന്നത് കാണുമ്പോൾ അദ്ദേഹത്തിനുള്ള സന്തോഷം അത് കണ്ട് പൊട്ടിച്ചിരിക്കും. ശരിക്കും ഭ്രാന്ത് തന്നെയല്ലേ അല്ലേ? എന്തു പാടുപെട്ടാണ് ഇതെല്ലാം ചെയ്യുന്നത്. അതിനും ഒരു അർത്ഥമുണ്ട്. കൂട്ടുകാരെ, നിങ്ങളെന്താണ് വിചാരിച്ചത് അതിൽ നിന്നുള്ള അർത്ഥം? എന്താണത് ഇങ്ങനെ ചെയ്യുന്നത് കൊണ്ട്? അതിലൊരു ലക്ഷ്യമുണ്ട്. അദ്ദേഹം അത് പഠിപ്പിക്കുകയാണ്. അതെല്ലാവർക്കും തോന്നും അത് ഭ്രാന്താണെന്ന്. പക്ഷേ നമ്മെ ഒരു ജീവിത ലക്ഷ്യം പഠിപ്പിക്കുകയാണ് ഈ പ്രവൃത്തിയിലൂടെ അദ്ദേഹം ചെയ്തത്. ആ ജീവിത ലക്ഷ്യം എന്താണെന്ന് നിങ്ങൾക്ക് പറയാൻ പറ്റുമോ? ഒന്ന് ചിന്തിച്ചു നോക്കൂ. ചിന്തിച്ചോ? ഉത്തരം കിട്ടിയോ? ഇല്ലെങ്കിൽ ഞാൻ പറഞ്ഞു തരാം കേട്ടോ. അതെന്താണെന്നല്ലേ, കേട്ടോളൂ. മനുഷ്യൻ വളരെ കഷ്ടപ്പെട്ടാണ് ഉന്നതങ്ങളിലെത്തുന്നത്. പക്ഷേ ഒരു നിമിഷം കൊണ്ട് അത് നശിക്കുന്നു. വളരെ ബുദ്ധിമുട്ടിയത് നമുക്ക് മനസ്സിലാകും. ആ വലിയ ഭാരമുള്ള കല്ല് ഉന്തി ഉന്തി മുകളിലോട്ട് കയറ്റുന്ന പ്രയാസം. പക്ഷെ അത് മുകളിലെത്തിക്കഴിഞ്ഞിട്ട് കൈവിടുമ്പോൾ പെട്ടെന്ന് ഉരുണ്ടുരുണ്ടുരുണ്ടുരുണ്ടുരുണ്ട് അങ്ങോട്ട് പോകും. നിഷ്പ്രയാസം പോകും. ഇതിൽ നിന്നും നമ്മൾ പഠിക്കുന്നത് എന്താണത്?
ഇതുപോലെ തന്നെയാണ് സത്പേരുണ്ടാക്കാൻ വളരെ ബുദ്ധിമുട്ടാണ്. എന്നാൽ ദുഷ്പേരുണ്ടാക്കാൻ ഒരു നിമിഷം മാത്രം മതി. അതെല്ലാം അറിഞ്ഞിരിക്കുക. പണമുണ്ടാക്കാൻ എന്തു ക്രൂരതയും ചെയ്യാൻ മടിക്കാത്ത മനുഷ്യൻ അതിൻ്റെ നശ്വരതയെക്കുറിച്ച് ചിന്തിക്കുന്നില്ല. അങ്ങനെ എല്ലാവരും നിസ്സാരമായി കണക്കാക്കുന്ന ഒരു ലളിതമായ ഉദാഹരണത്തിലൂടെ വളരെ വലിയ ഒരു ഉപദേശമാണ് നൽകുന്നത്. നാറാണത്ത് ഭ്രാന്തൻ ചെയ്യുന്നത് അതാണ്. നാറാണത്ത് ഭ്രാന്തൻ എന്ന് കേൾക്കുമ്പോൾ എപ്പോഴും ആദ്യം ഓർമ്മ വരുന്ന കഥയാണിത്. കല്ലുരുട്ടി കൊണ്ടുപോയി മലയുടെ മുകളിൽ കൊണ്ടുപോയി വെച്ചിട്ട് ഉരുട്ടി താഴേക്കിടുന്നതും ചിരിക്കുന്നതും. അതല്ല, അദ്ദേഹത്തെ പറ്റി ധാരാളം കഥകളുണ്ട്. അദ്ദേഹം ഈ ഭിക്ഷ യാചിച്ചു കൊണ്ടാണ് എപ്പോഴും നടന്നിരുന്നത്. ആ കിട്ടുന്ന ഭിക്ഷ എവിടെ എത്തുന്നോ, എവിടെ സന്ധ്യയാകുമ്പോൾ എവിടെ എത്തുമ്പോൾ ആ എത്തുന്നിടത്ത് ആ യാത്ര അവസാനിപ്പിക്കും. അവിടെ താമസിച്ച് ആ കിട്ടിയ ഭിക്ഷ, ചിലപ്പോൾ അരിയൊക്കെ ആയിരിക്കും, അരിയൊക്കെ വേവിച്ച് അവിടെ അടുപ്പ് കൂട്ടി അത് വെച്ച് കഴിച്ച് അവിടെ വിശ്രമിക്കും. പിറ്റേ ദിവസം രാവിലെ ഇതേപോലെയൊക്കെ തന്നെ ചെയ്യും. ഭിക്ഷയാചിക്കാൻ പോകും. കല്ലുരുട്ടൽ ജോലി കഴിഞ്ഞിട്ടാണ് ഈ ഭിക്ഷാടനത്തിന് ഇറങ്ങുന്നത്. വൈകുന്നേരം വരെ ഭിക്ഷയാചിച്ച് കിട്ടുന്നത് കൊണ്ട് അടുത്തെവിടെയെങ്കിലും വിശ്രമിക്കാനിരിക്കും. അവിടെ ഇരുന്ന് അരി വേവിച്ച് ഭക്ഷിച്ച ശേഷം അവിടെ തന്നെ കിടന്നുറങ്ങും. ദിവസത്തിൽ ഒരു തവണ, അതും അത്താഴം മാത്രമേ അദ്ദേഹം ആഹാരം കഴിക്കൂ. അതാണ് പതിവ്. പതിവ് പോലെ ഒരു ദിവസം ഭിക്ഷാടനം കഴിഞ്ഞ് അദ്ദേഹം എത്തിയത് ഒരു ശ്മശാനത്തിലായിരുന്നു. അവിടെ ഒരു ശവദാഹം നടന്നതേ ഉണ്ടായിരുന്നുള്ളൂ. ചുടലയിൽ നിന്ന് തീയും പുകയും കെട്ടടങ്ങിയിരുന്നില്ല. അദ്ദേഹം വിചാരിച്ചു, ഇത് തന്നെ പറ്റിയ സ്ഥലം. തനിക്ക് അടുപ്പ് കൂട്ടാനുള്ള തീയും വിറകും ഇവിടെ തന്നെ ഉണ്ടല്ലോ. എന്തൊക്കെ പ്രത്യേകതകളാണല്ലേ നമ്മൾ കാണുന്നത്. ഇങ്ങനെയൊക്കെ ആരെങ്കിലും ചെയ്യുമോ? ശ്മശാനത്തിൽ പോയിട്ട് ആ തീയെടുത്ത് അരി വേവിക്കാൻ വേണ്ടി ഉണ്ടല്ലോ എന്നൊക്കെ വിചാരിക്കുന്നത്. അതാണ് ആൾക്കാർ ഭ്രാന്തൻ എന്ന് പറയുന്നത്. അദ്ദേഹത്തിന് ഒരു ഭാണ്ഡം കയ്യിലുണ്ടാകുമല്ലോ, ഭിക്ഷയ്ക്ക് പോകുന്നവരുടെ കയ്യിൽ. അത് ആ ചുടലയ്ക്കരികിൽ വയ്ക്കും. ഭാണ്ഡക്കെട്ട് അണയാത്ത ചുടലയ്ക്കരികിൽ വെച്ചിട്ട് അടുത്തുള്ള നദിയിൽ നിന്നും വെള്ളം കോരിക്കൊണ്ടുവന്നു 2-3 കല്ലുകൾ ഇങ്ങനെ അടുപ്പിച്ച് വെച്ച് അടുപ്പ് കൂട്ടി ചുടലയിൽ നിന്നും തീയും വിറകുമെടുത്ത് കത്തിച്ച് അരി അടുപ്പത്തിട്ടു. നല്ല മഞ്ഞുള്ള രാത്രിയായതിനാൽ തൻ്റെ മന്തുള്ള ഇടതു കാലെടുത്ത് അടുപ്പ് കല്ലിൽ വെച്ച് തീയും കാഞ്ഞാണ് ആശാൻ്റെ ഇരിപ്പ്. ഇടയ്ക്കിടയ്ക്ക് മൂളിപ്പാട്ടും പാടുന്നുണ്ട്. എന്ത് നല്ല ജീവിതം! ഒന്നും അറിയാത്ത ജീവിതം അല്ലേ? ഒന്നും അറിയണ്ട, ഭിക്ഷ എടുക്കും, അതെവിടെയെങ്കിലും കിട്ടി, വേറെ ഒരു ബുദ്ധിമുട്ടുകളൊന്നും അറിയുന്നില്ല. അപ്പോൾ പെട്ടെന്ന് ആ പ്രദേശമാകെ വിറപ്പിച്ചുകൊണ്ട് ചുടലയക്ഷികളും കൂട്ടരും ശ്മശാനത്തിലെത്തി. അങ്ങനെയൊക്കെയാണല്ലോ വെപ്പ്. അവിടെ പിശാചുണ്ടെന്നും ചുടലയക്ഷിയുണ്ടെന്നും കൂട്ടുകാരൊക്കെ കൂടി ആ ശ്മശാനത്തിലെത്തി. ആ സമയത്ത് ശ്മശാനത്തിൽ ഒരു മനുഷ്യനെ കണ്ട യക്ഷിയും കൂട്ടരും അത്ഭുതപ്പെട്ടു. ആരെങ്കിലും അങ്ങനെ ഇരിക്കുമോ? ഒരു
ഒത്തിരി പേടിയും ബോധവും ഒക്കെ ഉള്ളവരൊന്നും അങ്ങനെ ഇരിക്കില്ലല്ലോ. അതാണ് അവർ അത്ഭുതപ്പെടാൻ കാരണം. അവർ ആർത്തട്ടഹസിച്ചുകൊണ്ട് അയാളുടെ നേരെ പാഞ്ഞു. ആ മനുഷ്യനെ പേടിപ്പിക്കാനുള്ള ഉദ്ദേശത്തോടു കൂടിയാണ് യക്ഷി തുള്ളിയൊക്കെ കൊണ്ട് വന്നത്. പക്ഷേ നമ്മുടെ നാറാണത്ത് ഭ്രാന്തനുണ്ടോ പേടിക്കുന്നു. അയാൾ അവരെ ശ്രദ്ധിച്ചതേയില്ല. അവിടെ ഇരുന്ന് തീയും കത്തിച്ച് തീ കാഞ്ഞ് മന്തുകാലും പൊക്കി വെച്ചു അങ്ങനെ സുഖമായിട്ടിരിക്കുകയാണ്. ഉടനെ യക്ഷി ചോദിച്ചു, നീ ആരാണ്? എന്തിനിവിടെ വന്നു? യക്ഷിക്കൊക്കെ എപ്പോഴും ഭയങ്കര ചൂടായിരിക്കുമല്ലോ. അവർ അലറിക്കൊണ്ടൊക്കെ ഇരിക്കുമല്ലോ സംസാരിക്കണത്. ഒന്നാമത് ഇയാൾ മൈൻഡ് ചെയ്യാണ്ടിരുന്നപ്പോഴത്തേക്കും ഉടനെ ദേഷ്യം വരും. ഇങ്ങനെ കിടന്നലറണ്ട, എന്നെ കണ്ടാൽ അറിയില്ലേ ഞാനൊരു മനുഷ്യനാണെന്ന്. ഉടനെ തന്നെ നാറാണത്ത് ഭ്രാന്തൻ പറഞ്ഞു, ഞാനൊരു മനുഷ്യനാണെന്ന് അറിഞ്ഞൂടെ? നിങ്ങളെന്തിനാണിങ്ങനെ അലറുന്നത്? നിങ്ങൾ കാണുന്നില്ലേ ഞാനിവിടെ എന്തു ചെയ്യുകയാണെന്ന്? ഞാനിവിടെ കഞ്ഞി വെക്കുകയല്ലേ, അരിയൊക്കെ അടുപ്പ് കല്ല് കൂട്ടി കഞ്ഞി വെക്കുകയാണ്. അപ്പം നിങ്ങൾക്ക് കണ്ടൂടെ എന്ന് നാറാണത്ത് ഭ്രാന്തൻ ചോദിക്കുകയാണ്. അദ്ദേഹത്തിന് യാതൊരു കൂസലുമില്ലാതെയാണ് തിരിച്ചടിച്ചത്. ഉടനെ തന്നെ യക്ഷിക്ക് ദേഷ്യം വരും. യക്ഷി ഉടനെ തന്നെ എല്ലാവർക്കും ദേഷ്യമാണല്ലോ. ഞങ്ങൾ ചുടലയക്ഷികളാണ്, ഞങ്ങൾക്കിവിടെ നൃത്തം ചെയ്യണം. അതിൻ്റെ ഇടയിൽ എന്തിനാണ് നിങ്ങൾ വന്നിരിക്കണേന്നാണ് ചോദിച്ചു വരുന്നത്. ഉടനെ തന്നെ നാറാണത്ത് ഭ്രാന്തൻ പറഞ്ഞു, നിങ്ങൾ നൃത്തം ചെയ്തോളൂ, അതിന് ഞാനെന്ത് വേണം? അയാൾ ചോദിച്ചു. ഒരു മനുഷ്യൻ കാൺകെ ഞങ്ങൾക്ക് നൃത്തം ചെയ്യാനാവില്ല. ഉടൻ തന്നെ നിങ്ങളിവിടെ നിന്ന് പോയി തരണം. കുട്ടികളെയൊക്കെ പേടിപ്പിക്കുന്നത് പോലെ യക്ഷി പേടിപ്പിച്ചത്. കുട്ടികളെയല്ല, നമ്മൾ മനുഷ്യരൊക്കെ പേടിച്ചു പോകും. ചുടലക്കാട്ടിൽ ശ്മശാനത്തിൽ ഇങ്ങനെ വന്ന് യക്ഷികൾ തുള്ളിക്കൊണ്ടൊക്കെ വന്ന് ആരാണെങ്കിലും പേടിച്ചു പോകുമല്ലോ. അതുകൊണ്ടാണ് അവർ പേടിപ്പിക്കാനായിട്ട് നിന്നെ ശരിയാക്കും എന്നുള്ള അർത്ഥത്തിൽ പറഞ്ഞുകൊണ്ടാണ് അലറണത്. നിന്നെ ഞങ്ങൾ പേടിപ്പിച്ച് ശരിയാക്കും എന്നൊക്കെ പറഞ്ഞ് അവർ ഒച്ചപ്പാടുണ്ടാക്കി. പക്ഷേ നാറാണത്ത് ഭ്രാന്തൻ അനങ്ങിയില്ല. അദ്ദേഹം പറഞ്ഞു, ശരി, നിങ്ങൾ എന്നെ പേടിപ്പിച്ചോളൂ, എനിക്കിവിടെ നിന്ന് പോകാൻ കഴിയില്ല. എനിക്ക് ചില ചിട്ടവട്ടങ്ങളെ ഒക്കെ ഉണ്ട്, എനിക്ക് ചില കാര്യങ്ങളൊക്കെ ചെയ്യാനുണ്ട്. ഞാൻ വിശ്രമിക്കുന്നിടത്ത് അരി വയ്ക്കും, വയ്ക്കുന്നിടത്തിരുന്നുണ്ണും, ഉണ്ണുന്നിടത്ത് കിടന്നുറങ്ങും. അതാണ് എൻ്റെ രീതി. അതെനിക്ക് മാറ്റാനാവില്ല. നിങ്ങൾ വേണേൽ എന്തെങ്കിലും ചെയ്തോ, ഞാനിവിടെ തന്നെ ഇരിക്കും എന്നുള്ള അർത്ഥത്തിൽ നാറാണത്ത് ഭ്രാന്തൻ ഉറപ്പിച്ചു പറഞ്ഞു. യക്ഷിയും കൂട്ടുകാരും പല വിധത്തിലും അദ്ദേഹത്തെ പേടിപ്പിക്കാൻ നോക്കി. പല വിധത്തിൽ അഭ്യാസങ്ങൾ പലതും എടുത്തു നോക്കി. പക്ഷേ അയാൾ ചിരിച്ചു കൊണ്ടിരുന്നതേയുള്ളൂ. അവസാനം യക്ഷികൾക്ക് മനസ്സിലായി അദ്ദേഹം ഇവിടെ നിന്ന് പോവില്ലെന്ന്. അവർ തമ്മിൽ പറഞ്ഞു, ശരിടാ, ഇയാൾ ചില്ലറക്കാരനൊന്നും അല്ല, ഇയാളൊന്നും ഇവിടെ നിന്ന് പോവില്ല. അവർ തമ്മിൽ പറഞ്ഞു. യക്ഷി അദ്ദേഹത്തോട് പറഞ്ഞു, അങ്ങ് ഒരു സാധാരണ മനുഷ്യനല്ല, ഞങ്ങൾക്ക് മനസ്സിലായി. ഞങ്ങൾ നൃത്തം ചെയ്യാനായി മറ്റേതെങ്കിലും സ്ഥലം നോക്കിക്കൊള്ളാം. പക്ഷേ ഒരു മനുഷ്യനെ കണ്ടാൽ ഞങ്ങൾക്ക് ശപിക്കുകയോ വരം കൊടുക്കുകയോ ചെയ്യാതെ പോകാനാവില്ല. ദിവ്യനായ അങ്ങയെ ശപിക്കാൻ ഞങ്ങൾ ഇഷ്ടപ്പെടുന്നില്ല. അതുകൊണ്ട് അങ്ങേക്ക് ഇഷ്ടമുള്ള ഒരു വരം ചോദിക്കണം എന്ന് പറഞ്ഞു. യക്ഷികളുടെ അഭ്യാസമൊന്നും ഈ നാറാണത്ത് ഭ്രാന്തൻ്റെ അടുത്ത് നടന്നില്ല. സാധാരണ അവർ ശപിക്കാറാണ് പതിവ്. ഇപ്പോൾ പറഞ്ഞ്, ഞങ്ങൾ ശപിക്കുന്നില്ല, ഒരു വരം ചോദിച്ചോളൂ. ഉടനെ നാറാണത്ത് ഭ്രാന്തൻ പറഞ്ഞു, എനിക്ക് വരമൊന്നും വേണ്ട, ഒന്ന് പോയി തന്നാൽ മതി. എൻ്റെ അരി വെന്തു
എനിക്ക് ഉണ്ണാൻ സമയമായി, അദ്ദേഹം പറഞ്ഞു. പക്ഷേ യക്ഷികൾ പോകാൻ തയ്യാറായില്ല. വരം കൊടുക്കാതെ പോകാനാവില്ലെന്ന് അവർ പറഞ്ഞു. ശരി, ഞാനൊന്ന് മരിക്കുമെന്ന് നിങ്ങൾക്കറിയാമോ? ഞാൻ എന്നും മരിക്കുമെന്ന് നിങ്ങൾക്കറിയാമോ? നാറാണത്ത് ഭ്രാന്തൻ ചോദിച്ചു. അങ്ങ് 36 വർഷവും 6 മാസവും 12 ദിവസവും 5 നാഴികയും 3 വിനാഴികയും കഴിയുമ്പോൾ മരിക്കും, യക്ഷി പറഞ്ഞു. ശരി, എങ്കിൽ എനിക്കൊരു ദിവസം കൂടി ആയുസ് കൂട്ടിത്തരൂ, അദ്ദേഹം ചോദിച്ചു. അങ്ങ് ക്ഷമിക്കണം, ഞങ്ങൾക്ക് ഒരു വിനാഴിക പോലും ആയുസ് കൂട്ടാനാവില്ല. ശരി, എങ്കിൽ ഒരു ദിവസം കുറച്ചു തരൂ എന്ന് ചോദിക്കും. അപ്പോൾ പറയും, ആയുസ് കുറക്കാനും ഞങ്ങൾക്കാവില്ല. അതായത് ആ കറക്റ്റ് നമ്മുടെയൊക്കെ സമയം അപ്പോഴേ നമ്മൾ മരിക്കുള്ളൂ എന്നാണ് ആ അർത്ഥം വരുന്നത്. അതാണ് ഞാൻ പറഞ്ഞത്, നിങ്ങൾക്കൊന്നിനും കഴിയില്ലെന്ന്. നിങ്ങൾ ഒന്ന് പോയി തന്നാൽ ഒരു ഉപകാരമായിരിക്കും. ഞാൻ അരിയൊക്കെ വെന്തല്ലോ, ഞാൻ ആഹാരം കഴിച്ച് കിടന്നുറങ്ങട്ടെ എന്നാണ് അദ്ദേഹം പറയുന്നത്. ദയവ് ചെയ്ത് അങ്ങ് ഞങ്ങളെ കൊണ്ട് ചെയ്യാൻ കഴിയുന്ന ഒരു വരം ചോദിച്ചാലും പിന്നെയും അവർ വിടാൻ ഭാവമില്ല. ഉടനെ തന്നെ നാറാണത്ത് ഭ്രാന്തൻ പറഞ്ഞു, ശരി, എങ്കിൽ എൻ്റെ ഇടത് കാലിലെ മന്ത് വലത് കാലിലേക്ക് മാറ്റിക്കൊള്ളൂ എന്ന് പറയും. ഇദ്ദേഹത്തിൻ്റെ ഇടത് കാലിലൊരു മന്തുണ്ടല്ലോ, അത് വലത് കാലിലേക്ക് മാറ്റിക്കൊള്ളൂ എന്ന് പറഞ്ഞു. ചുടലയക്ഷികൾക്കും കൂട്ടർക്കും സന്തോഷമായി. അവർ വരം നൽകിയിട്ട് മറ്റൊരു ചുടലപ്പറമ്പ് നോക്കി സ്ഥലം വിട്ടു. നാറാണത്ത് ഭ്രാന്തൻ തൻ്റെ ഊണ് കഴിഞ്ഞ് അവിടെ കിടന്നുറങ്ങാൻ തുടങ്ങി. ഇതിലൂടെ നാറാണത്ത് ഭ്രാന്തൻ എന്താണ് നമ്മെ പഠിപ്പിച്ചത്? വല്ലതും പിടികിട്ടിയോ? ആർക്കെങ്കിലും എന്തെങ്കിലും പിടികിട്ടിയോ? ഈശ്വരേച്ഛ ആര് വിചാരിച്ചാലും മാറ്റാൻ കഴിയില്ല എന്നാണ് നമുക്ക് ഈ കഥയിലൂടെ അദ്ദേഹം മനസ്സിലാക്കി തന്നത്. എന്താണെന്ന് വെച്ചാൽ നമ്മൾ മരിക്കേണ്ട സമയമാകുമ്പോൾ മരിക്കും, അതിനൊരു ദിവസം മുമ്പ് മരിക്കണം എന്ന് വെച്ചാൽ അതാവില്ല. നമ്മുടെ സമയമായിട്ടുണ്ടോ നമ്മൾ മരിച്ചിട്ടുണ്ടാവും. അതൊക്കെയാണ്. അതുപോലെ തന്നെ കഠിന പ്രയത്നം ചെയ്യുന്ന കാര്യം അതും മനസ്സിലായില്ലേ? ഇതാണ് നാറാണത്ത് ഭ്രാന്തൻ്റെ കഥ. ഇനി നാറാണത്ത് ഭ്രാന്തൻ്റെ കുറേ കാര്യങ്ങളൊക്കെ ഉണ്ട് കേട്ടോ. അതെല്ലാം ഒന്നും പറയുന്നില്ല, വെറുതെ ഒന്ന് പരിചയപ്പെടുത്തി പോകുന്നു എന്ന് മാത്രമേ ഉള്ളൂ. കഥകൾ ഇപ്പോൾ നിങ്ങൾക്കിഷ്ടമായി എന്ന് കരുതുന്നു. നാറാണത്ത് ഭ്രാന്തനെ പരിചയപ്പെട്ടു. ഇനി അടുത്ത ദിവസം വേറൊരു ചെറിയ കഥയുമായി വരാം. ശ്രാദ്ധമൂട്ട് പറയാം അല്ലേ? അടുത്തതായി അത് പറയാം. അപ്പോൾ പറയപ്പെട്ട പന്തിരുകുലത്തിലെ 12 മക്കളിൽ കുറച്ച് പേരെ എല്ലാം പരിചയപ്പെടാൻ കഴിഞ്ഞു. ഇതൊക്കെ തന്നെയാണ് കഥകൾ. അപ്പോൾ നിങ്ങൾ മുഷിഞ്ഞിരുന്ന് ഇത് കേട്ടതിന് നന്ദിയുണ്ട്. അഭിപ്രായങ്ങളൊക്കെ പറയുക. അല്ല, ഇതിൽ അഭിപ്രായം പറയാൻ ഇത് നാടോടി കഥകളാണ്. പിന്നെ എൻ്റെ അവതരണ രീതി ഇത്രയൊക്കെ ആവുള്ളൂ. അപ്പോൾ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടു എന്ന് കരുതുന്നു. നന്ദിയുണ്ട്. കൂപ്പുകൈയോടെ ലക്ഷ്മി ശിവ്. ഇനി അടുത്ത് വേറെ എന്തെങ്കിലും ഈ പറയപ്പെട്ട പന്തിരുകുലത്തിലെ കുറച്ച് കാര്യങ്ങളൊക്കെ കൂടെ പറഞ്ഞിട്ട് ഇടയ്ക്കിടയ്ക്ക് സൗകര്യം പോലെ ഞാൻ ഇടാട്ടോ. അപ്പം നിങ്ങൾക്ക് ഇഷ്ടമുള്ളവർക്കെല്ലാം അത് കേൾക്കാം. അല്ലാത്തവരെല്ലാം സ്കിപ്പ് ചെയ്ത് പോകുമല്ലോ, ഇഷ്ടമില്ലാത്തവർ. കൂപ്പുകൈയോടെ ലക്ഷ്മി ശിവ്. വീണ്ടും വരാം, തുടരും. നന്ദി, നമസ്കാരം.